സത്യത്തിൽ ബിഗ് ബോസ് വിൻ ചെയ്യാൻ ഏറ്റവും കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു ശൈത്യ. പറയാതിരിക്കാൻ കഴിയില്ല, അത്രമാത്രം കഴിവുകളുള്ള ഒരു വ്യക്തി. സെക്കൻഡ് സ്ഥാനത്തേക്ക് മാത്രമായിരുന്നു അനുമോൾ എത്തേണ്ടിയിരുന്നത്. മൂന്നാം സ്ഥാനം അത് ബിൻസി തന്നെയായിരുന്നു കൊണ്ടുപോകേണ്ടിരുന്നത് എന്നുള്ളതാണ്. ഈ വീഡിയോ നിങ്ങൾ മിസ് ചെയ്താൽ നിങ്ങൾക്ക് വല്ലാത്തൊരു മിസ്സായി പോകും. പിന്നെ അത് പോയി ഇത് പോയി എന്നോട് പറയാൻ നിൽക്കണ്ട, നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. പിന്നെ മോണോആക്ടിന് ഞാനുണ്ടെന്ന് അറിയുമ്പോഴേക്കും ബാക്കിയുള്ള പിള്ളേർക്ക് പേടി. ഓ ഇത്തവണ ഈ ചേച്ചി കൊണ്ടു. പൊന്നെ, മോണോ ആക്ടിലെങ്ങാന് യുവജനോത്സവത്തില് ശൈത്യമോൾ ഉണ്ടെങ്കിൽ ബാക്കി കുട്ടികൾ കാലുമുട്ട് കൂട്ടിയടിച്ച് കിടപ്പിലാവുന്ന പറഞ്ഞ അമ്മാതിരിയാണെന്നാ പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ സീനൊന്ന് കണ്ടാക്കിയാല, അന്ന് കുട്ടികളെ വിറപ്പിച്ച ആ ഐറ്റം കാണാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും എന്താ 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 ഓ, ഇത് കണ്ട കുട്ടികള് മാത്രല്ല ടീച്ചേഴ്സും ജഡ്ജസും ഒക്കെ ഇറങ്ങി ഓടില്ലോടെ. ഇതായിരുന്ന കൊള്ളാം, അടിപൊളി അടിപൊളി. ഇതൊക്കെ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കിട്ടണ്ടായിരുന്നു. നമുക്കും ചെറുതായിട്ട് മോണാക്ടിനൊക്കെ ഫസ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ട്, മിമിക്രിക്കൊക്കെ. എന്താ ചെയ്യാ, അതൊക്കെ ഒരു കാലം. എനിക്ക് 2 അല്ല വേണ്ട, ഞാൻ വെറുതെ നമുക്കറിയാം അതറിയാം ഇതറിയാന്ന് പറഞ്ഞ് കാണിച്ചിട്ട് നമുക്ക് കയറി പോകാൻ വയ്യേ, നമുക്കൊന്നും അറിയില്ലേ, നമുക്ക് ഇത് റിയാക്ട് ചെയ്യാം അല്ലെ. ഓക്കെ, അടുത്തത് കാണാം. ഇതാണ് നിങ്ങൾ കാണേണ്ടത്. ഇതൊരു 1.5 കാണലായിരിക്കും. കാണാം. സ്കൂൾ ലെവലിൽ തുടങ്ങുമല്ലോ മത്സരം. സ്കൂൾ ലെവലിൽ ഇവള് സെക്കൻഡ് ആക്കി. സെക്കൻഡ് വന്നു. ഫസ്റ്റ് ഇയർ മാത്രമേ സ്റ്റേജിൽ പോകാൻ പറ്റത്തുള്ളൂ. അപ്പം നന്നായിട്ട് ചെയ്ത് ഏതോ ഒരു സ്ഥലത്ത് വന്നൊരു വിക്കല് വന്നു. മോണാക്ട്. അപ്പൊ മറ്റേ കുട്ടി ആ സ്കൂളിൽ ആദ്യമായിട്ട് വന്നതാ. പക്ഷെ ആ കുട്ടിക്ക് അവര് ഫസ്റ്റും കൊടുത്തു. അതെന്ത് പരിപാടിയാടോ? ഒരു ചെറിയ ഒരു വിക്കലും ചിക്കലൊക്കെ വന്നു വെച്ചിട്ട് ശൈത്യം കൊടുത്തില്ല. വെരി ബാഡ്, വെരി ബാഡ്. തുടർന്ന് കേൾക്കാം. അതിനെക്കാട്ടി നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്തത് ഇവളെ. ഇവർ രണ്ടുപേരും അങ്ങ് ഇറങ്ങിപ്പോയി. ഇവക്ക് ദേഷ്യം വന്നു. വേണ്ട, ഞാൻ പറഞ്ഞു നമുക്ക് പോയി പ്രിൻസിപ്പലിനോട് സംസാരിക്കാം, കാരണം പുതിയ പ്രിൻസിപ്പൽ വരുന്നു, നമുക്ക് വർഷങ്ങളായിട്ട് ഇവളാണ് ഇവിടുന്ന് പോകുന്നത്, ജില്ലയിൽ പോകുന്നതെന്ന് പറഞ്ഞു. ഇവർ രണ്ടുപേരും ഇറങ്ങിപ്പോയി വണ്ടിയിൽ ഇരുന്നു. സ്ഥിരം പരിപാടിയാണതല്ലേ, ഇറങ്ങിപ്പോക്ക്, വണ്ടിയിൽ കയറിയിരിക്കല്. പക്ഷെ ഇവിടെ മമ്മിജിയെ കണ്ടുപഠിക്കണം. മമ്മിജി കാണിച്ചത് എന്താണെന്നറിയോ? ഇത് ഒരു മാതൃകാ പുരുഷോത്തമനായിട്ട് എടുക്കണം കേട്ടോ. ഇതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ട സമരമുറ. ഞാൻ ആ വണ്ടിക്കകത്ത് ഇറങ്ങി പോയിട്ട് അവിടെ പോയിരുന്നിട്ട് സാറിന് മുന്നേ പോയിരുന്ന അങ്ങ് കാര്യം. ഞാൻ പറഞ്ഞു, സാറേ എല്ലാ വർഷവും ഇവിടെ അവിടെ എന്താ വല്ല സീരിയലായിരുന്നു നടന്നിരുന്നേ, പോയി അങ്ങ് കരയാൻ. കൊള്ളാം. കഴിവുള്ള ആളുകളെ ഈ ലോകം അംഗീകരിക്കില്ല എന്നുള്ളത് എത്ര വലിയ സത്യമാണ്. കഴിവുള്ള കുട്ടിക്ക് പ്രൈസ് കിട്ടിയപ്പോ മമ്മിജി അവിടെ പോയി കരഞ്ഞ് കാലി വീണ, അയ്യോ എന്റെ മോളാണല്ല കൊല്ലം പോക്ക്, ഈ കൊല്ലെങ്കിലും കൊടുക്കണം അപ്പച്ചി എന്ന് പറഞ്ഞിട്ട് കൈയും കാലും പിടിച്ചല്ലേ. കൊള്ളാം, ചക്കിക്കൊത്ത ചങ്കരൻ തന്നെ. അടുത്ത ക്ലിപ്സ് നിങ്ങൾ പലരും പല ഇടങ്ങളിൽ അയച്ച് കണ്ടതായിരിക്കും, എന്നാൽ പോലും കൊണ്ടുവരാതിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ്. കണ്ടോളി. ഫിഫ്ത് പൊസിഷൻ പോകുന്നത് ഷീന ചേച്ചി ആൻഡ് ശൈത്യ. കൺഗ്രാറ്റുലേഷൻസ് ഷീന ആൻഡ് ശൈത്യ. ആ കപ്പൊന്നും ഞങ്ങൾക്ക് വേണ്ട. 1.5 ലക്ഷം രൂപ ചെലവാക്കിയിട്ടാണ് ഞങ്ങൾ ഇവിടെ പണിക്ക് വന്നിട്ടുള്ളത്. അമ്മയും മകളും എന്ന അമൃത ടിവിയിലെ പരിപാടിയാണ് കേട്ടോ. 5ാം സ്ഥാനം കിട്ടിയപ്പോ കപ്പ് മാണ്ട പോലും മാണ്ട. അവർക്ക് 1ാം സ്ഥാനം തന്നെ കിട്ടണം എന്ന് പറഞ്ഞിട്ടുള്ളത്. എന്റെ പൊന്നു പൊള്ളി, എന്തൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. മൊമെന്റ് വേണ്ട. ഓക്കെ, ആ എളിമ കണ്ടില്ലേ? ആ എളിമക്ക് കൊടുക്കണം ആ കപ്പ്. ആ കപ്പല്ല, 1ാം സ്ഥാനത്തെ കപ്പ്. ആ 1ാം സ്ഥാനം കിട്ടിയ ആരാണെങ്കിലും അവരെ മാറ്റി ഇവർക്കായിരുന്നോ 1ാം സ്ഥാനം കൊടുക്കേണ്ടിരുന്നത്? അത്രക്ക് നല്ല എളിമയുള്ള ആളുകളാണ്. കൊള്ളാം. എന്തായാലും എല്ലാവരും ഓരോന്ന് കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നുണ്ട്. ശ്വേതാമേനം പറയുന്ന ഈ വാക്കുകൾ കൂടി ഇത് കേട്ടാൽ അതൊരു തൃപ്തി ആവുള്ളൂ കാണാൻ. നമ്മൾ ഇന്നത്തെ ഈ ഒരു റൗണ്ടിന്റെ അടിസ്ഥാനത്തിലാണ്, അതിൽ ഒരാളുടെയും ഡാൻസോ പ്യോർലി പെർഫോമൻസ് ബേസിലാണ് നമ്മൾ വാവ് ഫാക്ടർ എന്ന് പറയില്ലേ, വാവ് ഫാക്ടറിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ പൊസിഷനിങ് നടന്നത്. അപ്പൊ വാവ് ഫാക്ടർ ആണ് പ്രശ്നം ഉണ്ടാക്കി. ആരാടാ വാവു? എന്റെ പൊന്ന് വാവു, നിന്നെ കിട്ടിയ കൈയും കാലം അടിച്ചു മുറിച്ചിട്ട് മൂലക്കിടും ഞാൻ. 1ാം സമ്മാനം കൊടുക്കട്ടെ വാവു. ഒരു വാവ് ഫാക്ടറി വന്നിരിക്കുന്നു, വാവ് ഫാക്ടറി. പിന്നെ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ നമുക്കൊരു വേദി കിട്ടുമ്പോൾ അതിൻ്റെതായ ഒരു റെസ്പെക്ട് വേണം. അതാണ് എന്നെ പഠിപ്പിച്ചത്. ചാൻസ് എല്ലാവർക്കും കിട്ടുന്ന ഒരു ഇതല്ല.
പ്ലീസ് ഇങ്ങനെ ഡിസ്റെസ്പെക്ട് ചെയ്യരുത്. എന്ത് ഡിസ്റെസ്പെക്ട് ആണ് ചെയ്തത്? എന്റെ ശ്വേത ചേച്ചി 1.5 ലക്ഷം രൂപ ഞങ്ങൾ അവിടെ കോസ്റ്റ്യൂമിനും മറ്റുള്ള കാര്യത്തിനും വേണ്ടി ചെലവഴിച്ച് ലോണ് പോലെ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഞങ്ങൾക്ക് തന്നെ കപ്പ് തരണം. അതെന്തുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുന്നില്ല? 50 ദിവസം ഞങ്ങൾ കഷ്ടപ്പെട്ടത് നിങ്ങൾ കണ്ടില്ല? ആ ഒരു പ്രോഗ്രാമിന്റെ ഇടയ്ക്ക് എന്റെ മമ്മിച്ച് ബോധം കെട്ട് വീട് നിങ്ങൾ കണ്ടില്ല? എന്നിട്ടും ഞങ്ങൾക്ക് കപ്പ് തന്നില്ലെങ്കിൽ ശ്വേത ചേച്ചി ആദ്യമായിട്ട് മീൻ വെട്ടാൻ പോകും. ഞാൻ വെജിറ്റേറിയൻ. ഞാൻ മീൻ വെട്ടാൻ പോവല്ല, എന്നെ കൊണ്ട് വെട്ടിപ്പിക്കാൻ പോകും. നീ ഇപ്പത്തെ പിന്നെ നിനക്ക് പറ്റും. ഇപ്പുറത്തെ വശം പിടിക്കേ. ഇത് പിടിക്കടി. അയ്യേ എന്തടത്? ഒലിപ്പിച്ചങ്ങ് ഇറങ്ങാണല്ലോ. വേണ്ട എന്തുവാടേ ഇത്? വെജിറ്റേറിയനാ, എനിക്ക് മീൻ എന്നൊക്കെ അറിയില്ല. അമ്മച്ചി അങ്ങക്ക് വാരി എറിയുന്നുണ്ടല്ലോ. പിടിക്കേ. ഇത് കൂടെ കഥ. വേണ്ട മോനെ, ശരിയാ, വെച്ചിട്ട് പോ വേണ്ട ആദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ വേണ്ട 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 മീൻ നന്നാക്കാൻ കൊണ്ട് ഇരുത്തിയത് അത്രേ. അവരത് വ്ളോഗ് ആക്കിയിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം, ഞാൻ പറയുന്നില്ല. ഡാഡി നല്ലൊരു ഡാഡിയാണ് കേട്ടോ. ഈ ഡാഡി പോലെയുള്ള ഡാഡികളാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടത് കേട്ടോ. നല്ല അടിപൊളി ഡാഡി അല്ലേ? വേണ്ട മോളെ ശൈത്യ, നീ അത് ചെയ്യണ്ട. അത് വെറുതെ മേശപ്പുറത്ത് പോയിരുന്ന വായിൽ കൊടുന്ന് വെച്ചാൽ വെജിറ്റേറിയൻ ആണല്ലോ, സോറി. അപ്പൊ പിന്നെ അതിന്റെ ആവശ്യമില്ല. വേണ്ട ജീവിതത്തിൽ ആദ്യമായിട്ടൊരു മത്തി എടുത്തിട്ട് ഞാനൊന്ന് മുറിക്കാൻ നോക്കിയത്. അത് ഈ പരിവായപ്പോഴത്തേക്ക് കരച്ചിൽ തോന്നി. ചെറുക്കന്മാരുടെ കല്യാണം കഴിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ചെറുക്കന്മാരുടെ ശ്രദ്ധയ്ക്ക് മീൻ കഴിക്കാത്ത ആരും മാത്രമേ എന്നാലോചിച്ചിട്ട് വരും. നന്നായിട്ട് ആലോചിച്ച് പോയാൽ മതി എല്ലാവരും. മീൻ നന്നാക്കാൻ അറിയില്ല, അതാണ് ഉദ്ദേശിച്ചത്. വേറെ ഒന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കേട്ടോ. ബിഗ് ബോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അത് തമ്മിൽ ഒരു ബന്ധമില്ല കേട്ടോ, വെറുതെ പറഞ്ഞതാണ് ഞാൻ കേട്ടോ. അപ്പൊ മീൻ നന്നാക്കിയതിനാണ് ആ ഓവർ ആക്ടിങ് എല്ലാം സിനിമയിലേക്ക് അങ്ങ് എടുത്തു കൊണ്ടുപോകും. രാജമൗലി മറ്റേ ഇങ്ങോട്ട് വരുന്ന ഏതൊരു മൗലി ഇല്ലേ, ആ മൗലിയൊക്കെ വിളിച്ചൊക്കെ കൊണ്ട് ഉറപ്പ്. അടുത്ത ക്ലിപ്പ് ഇതാണ്. യഥാർത്ഥത്തില് മമ്മിജിയാണ് ശൈത്യകൾ ടോപ്പ് ആക്ടർ എന്ന് തെളിയിക്കുന്ന ഒരു ഫാക്ട് ആണ്. സോറി, ആക്ട് ആണ്. അത് കാണാം. സ്പെഷ്യലി കുട്ടികൾ കാണുകയാണിത്. ഏറ്റവും വലിയ താജ്മഹൽ ഒരു കാരണവശാലും ചാർമിനാർ ആവില്ല. പിന്നെ എന്തെങ്കിലും ഒരു ഇതുപോലെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ആരോടെങ്കിലും നമ്മുടെ ഡയറക്ടറോട് പറയണ്ടേ? അതെന്താ ചേട്ടൻ ആരായി ചോദിക്കാത്തെ? ശൈത്യ കുട്ടി, അതെന്താ ചേച്ചി ചാർമിനാർ, താജ്മഹൽ, കുത്തബ് മിനാർ എന്നൊക്കെ പറഞ്ഞ് സാധനം മനസ്സിലായില്ല. എന്തായാലും ആ ഒരു സ്കിറ്റിന്റെ ഇടയിൽ എന്തോ ഒരു മണകുണാഞ്ചിത്രം, ഒരു മണ്ടത്തരം കാണിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കാം. അതിനെ അവര് കൃത്യമായിട്ട് സംസാരിച്ച് ശരിയാക്കി കൊടുക്കുമ്പോഴത്തേനും ശൈത്യം അങ്ങ് തിരിഞ്ഞു കരഞ്ഞു. ചില ആളുകൾ കരഞ്ഞാൽ ഡ്രാമ, ചില ആളുകൾ കരഞ്ഞാൽ അത് റിയാലിറ്റി. കൊള്ളാം. ബാക്കി എന്താ വെച്ചാൽ കേൾക്കാൻ കേട്ടോ. ഇന്നത്തെ ദിവസമല്ല, ഷൂട്ടിങ്ങിന്റെ ദിവസമല്ല നിങ്ങൾ ഡിമാൻഡ് ചെയ്യേണ്ടത്. വൗ, ബ്യൂട്ടിഫുൾ. ഇങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടവർ ബോധം കെട്ട് വീണിട്ട് ഒരു കപ്പ് പോലും കൊടുക്കാത്ത നിങ്ങൾ അവരെ വളരെ വളരെ മോശപ്പെട്ട രീതിയിൽ 5ാം സ്ഥാനത്തേക്ക് തള്ളിയിട്ടപ്പോ ശ്വേത ചേച്ചി നിങ്ങൾ അത് കാണണമായിരുന്നു. നിങ്ങൾ കണ്ടതാണ്. നിങ്ങൾ എന്നിട്ട് അല്ലോ എന്ന് വിളിച്ചിട്ട് പോയി എടുക്കാൻ പോയല്ലോ. എന്ത് മോശാട്ടോ ഇതൊക്കെ. ഇത് നല്ല ആക്ടിങ് ആയിരുന്നു. എന്നിട്ടും നിങ്ങൾ കൊടുത്തില്ല അല്ലേ? അവരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി നമുക്ക് എന്തായാലും ബിഗ് ലൂസിലെ വിന്നർ ആയിട്ടുണ്ടായിരുന്ന പി ആർ അനുവിന്റെ കുറച്ച് നഗ്ന സത്യങ്ങൾ കേൾക്കാം. കാണാം. സമയത്ത് ഒത്തിരി പയ്യൻസ് എന്റെ പുറകെ നടക്കുകയായിരുന്നു. ഓ അത് ഉള്ള കാര്യം എനിക്ക് ഞാൻ കള്ളം പറയുന്ന സ്വഭാവം. ഞാൻ കുക്ക് ചെയ്യത്തില്ല, എനിക്ക് കുക്കി അറിയില്ല. ഞാൻ കുക്കി, അതാണ് എന്റെ ഹോബി കേട്ടോ. എനിക്ക് ഞാൻ കള്ളം പറയുന്ന സ്വഭാവം. പോലും കേറാത്തൊരു പെൺകൊച്ചാണ്. വീട്ടിൽ പോലും എന്നെ കേട്ടറിയില്ല. എന്താണ് വീട്ടിൽ കഴിക്കാൻ പറ്റുന്നൊക്കെ ഉണ്ടാക്കും. എനിക്ക് ഞാൻ കള്ളം പറയുന്ന സ്വഭാവം. പൈസ എല്ലാം കൊടുത്തോ? ഇല്ല ഇതുവരൊന്നും കൊടുത്തിട്ടില്ല. എനിക്ക് ഞാൻ കള്ളം പറയുന്ന സ്വഭാവം. എന്റെ ഈശ്വരന്മാരാണ് സത്യം. ഞാൻ ഒഞ്ചിന്റെ കായ് കൊടുത്തിട്ടില്ല. കായ് കൊടുത്ത നിങ്ങൾക്കെന്താ? പൈസയും കൊടുത്ത് കപ്പും അടിച്ച് ഇനി നിങ്ങൾക്കെന്താ? ഇതാണ് ലൈമോൾ എന്ന് വിളിക്കുന്ന നമ്മുടെ എല്ലാവരുടെ പി ആർ കുണൂസ് ആണ് നിങ്ങളിപ്പോ കണ്ടുപോയത് കേട്ടോ. അതായത് ഞാൻ ഒരിക്കലും നുണ പറയില്ല. നുണ കൊണ്ടഞ്ച് കൂമ്പാരാണ്. ഇതൊക്കെ തുറന്നു പറയുന്നത് നമ്മക്ക് ഇട്ടിട്ട് പൊങ്കാലും കൊള്ളാം. ഈ ഒരു ക്ലിപ്പും കൂടി ഒന്ന് കണ്ടോക്കി. ഒരു ഭക്ഷണം പോലും വെക്കാൻ അറിയാത്ത പാവ മനുമോളാണ്. കാണാം. കുക്കി, അതാണ് എന്റെ ഹോബി കേട്ടോ. ഞാൻ ഉണ്ടാക്കുന്ന ഫുഡ് എന്ന് പറയുമ്പോ
ഈ ചൈനീസ് ചില്ലി ചിക്കൻ ഒക്കെയാണോ? അൽഫാം അതും അറേബ്യൻ ഫുഡാണ്. അറേബ്യൻ ഫുഡൊക്കെ ഉണ്ടാക്കാറുണ്ട്. ഗ്രിൽഡ് ചിക്കൻ സൂപ്പർ ആയിട്ട് ഉണ്ടാക്കും. ഞാൻ എന്നെ പൊക്കുന്നതല്ല, ഞങ്ങൾ പുറത്തുനിന്ന് മേടിച്ച് കഴിക്കില്ലേ, അതിനേക്കാൾ നല്ല ടേസ്റ്റ് ആയിട്ട് ഉണ്ടാക്കും. ഫുഡ് ഉണ്ടായി ഭയങ്കര ഇഷ്ടം കുക്ക് ചെയ്യാനായിട്ടൊക്കെ. അടിപൊളി. ഇതാണ് അനിമോളുടെ ഒരു പ്രത്യേകതര ഇത് നിങ്ങൾ എല്ലാവരും കണ്ടതാണല്ലോ അല്ലേ? കപ്പടിക്കാൻ ഞാൻ എന്തും പറയും എന്നും പറഞ്ഞത് നിങ്ങൾ കേട്ടതാണല്ലോ അല്ലേ? ഇനി ഞാൻ വിശദീകരിക്കണ്ടല്ലോ. ഒരു ക്ലിപ്പ് ഒന്ന് സഹിക്കണേ. ലോകം മുഴുക്കെ കണ്ടോണ്ടിരിക്കുമല്ലേ, അവര് വിചാരിക്കില്ലേ ഞാൻ മോഷ്ടിച്ചത് എത്ര ആളുകൾ വിളിക്കും. മറ്റുള്ള ആളുകളുടെ ലൈഫ് ഇങ്ങനെ തട്ടിക്കളിക്കും. ആലോചിക്കണം എന്റെ മോളെ കുണുമോളെ. ചപ്പാത്തിക്കള്ളി എന്ന് വിളിച്ചാൽ എന്റെ ജീവിതം അങ്ങ് അയ്യാ. ബെൻസിയെ കുറിച്ച് പറഞ്ഞത് നിനക്ക് എന്താ പറയാനുള്ളത്? അവരനുഭവിക്കട്ടെ, ഞാനങ്ങനെ പലതും പറയും. ഈ ട്രാക്ക് ഞങ്ങൾ കണ്ടതാ, അന്യനും അമ്പിയും. കൊള്ളാനും മോളെ കൊള്ളാം. ഇങ്ങനെ ആൾക്കാരുടെ ലൈഫ് വെച്ച് കളിച്ചിട്ടും സ്വന്തം ലൈഫിൽ ഒരു സാധനം വന്ന് പറഞ്ഞിട്ട് കരഞ്ഞ നിന്നെ ഞാൻ എന്ത് പറയാനാ. ഇനി ബിൻസി ചേച്ചി ഏറി പോണത് കൂടി ഒന്ന് കാണാം. അങ്ങനെ ഒരു ചാച്ചനില്ല ഞാൻ തിരിച്ചു പറഞ്ഞു. അതിന്റെ കേടാണ് ആ കുട്ടിയോടെ പറഞ്ഞത്. തനിക്ക് അച്ഛനില്ല എന്നുള്ള കാര്യം, ഉപേക്ഷിച്ച് പോയതാണെന്നുള്ള കാര്യം അറിയാം. അപ്പൊ ആ കുട്ടിക്ക് എത്രത്തോളം വിഷമം ഉണ്ടായിക്കാണ്. അപ്പൊ എനിക്ക് വിഷമമായില്ല. എന്റെ ചാച്ചന്റെ ഓട്ടോക്കാരെന്ന് പറയുമ്പോ എങ്ങനെ വിഷമമാവുന്നത്? അത് ബ്രോ അതാ പറഞ്ഞത്. ബ്രോയുടെ ഫാദറിന്റെ തൊഴിലിനെയാണ് ഞാൻ പറഞ്ഞെങ്കിൽ ഇയാൾക്ക് ദേഷ്യം വരുന്നത്. അല്ല, ചാച്ചൻ ഓട്ടോയിലല്ലേ പോയത് എന്ന് പറഞ്ഞാൽ എവിടെയാണ് അപമാനം എന്നാണ് ഞാൻ. അത് താങ്കൾക്ക് അറിയാനിട്ടാണ് ചേട്ടായി, താങ്കൾക്ക് അറിയാനിട്ടാണ്. അതായത് സന്ദർഭത്തിനനുസരിച്ചല്ല താങ്കൾ ഇപ്പൊ ചോദ്യം ചോദിക്കുന്നത്. അതായത് ബിൻസിയെ കളിയാക്കിക്കൊണ്ട് പറഞ്ഞൊരു വാക്കാണ് നീ ചാച്ചന്റെ ഓട്ടോയിലല്ലേ കയറിപ്പോയത് എന്നുള്ളൊരു സാധനം. പക്ഷെ സിറ്റുവേഷനും സന്ദർഭമൊക്കെ മാറിപ്പോയി മോനെ. എന്നാൽ പോലും താങ്കൾ ഏറി കയറ്റാൻ ശ്രമിച്ച സമയത്ത് ഒരു ക്ലിപ്പ് എനിക്ക് കിട്ടി. അതായത് ചാച്ചന്റെ ഓട്ടോ എന്ന് വിളിക്കുന്നത് അപമാനമായിട്ട് കാണുന്നു ഇവർ, പക്ഷെ അത് അഭിമാനമായിട്ട് കാണുന്നത് ഇവർ തന്നെയാണ്. രണ്ടും അവര് തന്നെയാണ് എന്നുള്ളത് ആ ഡബിൾ സ്റ്റാൻഡ് കാണാം. ചാച്ചൻ ഓട്ടോ ഓടിക്കുകയാണ്. അപ്പം ചാച്ചന് വലിയ ആഗ്രഹമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ കാണുന്നത്. ഇപ്പൊ വന്നിട്ടുണ്ട്. സത്യം പറയട്ടെ, മാമിന്റെ വലിയൊരു ഫാനാണ്. ആ ജോസഫ് എന്ന് പറഞ്ഞ സിനിമ എപ്പോ വന്നാലും അതിരുന്ന് കാണും. പക്ഷെ ഞാൻ അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. ജോസഫ് എന്ന സിനിമയിൽ ഇവർ അഭിനയിച്ചിട്ടില്ല. ഇവർ ഏതൊക്കെയോ സിനിമയിൽ അഭിനയിച്ചത്. എനിക്ക് ഇവരുടെ സിനിമ ഞാൻ ഇവിടുത്തെ കാട്ട് കയറി പോണതല്ലേ. എന്നാലും നമ്മുടെ അഗർബത്തീസ് ആ സിനിമ എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ നമ്മുടെ പൊറിഞ്ചു പറയുന്ന ജോസിൽ ഇവരുടെ അഭിനയം എനിക്ക് ഇഷ്ടമാണ്. അതിന് 2-3 പടങ്ങളൊക്കെ നന്നായി ചെയ്തിട്ടുണ്ട്. റൺ ബേബി റണ്ണിലൊക്കെ ഉണ്ട്. അതൊക്കെ എന്താ ആവറേജ്. വിഷയത്തിൽ നിന്ന് വഴുതി മാറിപ്പോയി. എന്തായാലും അവിടെ പോയിട്ട് ഡയലോഗ് അടിച്ച ചാച്ചൻ എല്ലാ സിനിമയും പോയി കാണാറുണ്ട് അത്രേ. ചാച്ചന്റെ ഓട്ടോയിലാണ് 2 വട്ടം കയറി വന്നെന്ന് പറഞ്ഞു. ഞാൻ 3-ാമത്തെ വട്ടം കൂടി പറഞ്ഞ കേൾക്കാം. ഇങ്ങോട്ട് ഞാൻ എന്റെ ചാച്ചന്റെ ഓട്ടോയിലാണ് വന്നത്. എന്റെ ചാച്ചൻ ഓട്ടോ ഡ്രൈവറാണ്. അപ്പൊ ഞാൻ ചാച്ചനോട് പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്. ചാച്ച നമുക്കിത് കിട്ടുമോ കിട്ടാതിരിക്കോ, പക്ഷെ ചാച്ചന്റെ ഓട്ടോ നമുക്ക് മഴവിൽ മനോരമയുടെ സ്റ്റുഡിയോയിലൊന്ന് കേറ്റാലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. കരയിക്കാതെ വീട്ടിൽ പോ പെണ്ണെന്നല്ല, വെറുപ്പിക്കാതെ വീട്ടിൽ പോ പെണ്ണെന്നല്ല എന്റെ പൊന്ന് കാർത്തിക് സൂര്യ പറയേണ്ടിയിരുന്നേ. അപ്പോ ഇത്രയും നേരം എന്റെ ഗോഷ്ഠികളും എന്റെ ഊളത്തരങ്ങളും കണ്ടു നിന്ന് എല്ലാവർക്കും നന്ദി പറയുന്നു. അപ്പോ വീണ്ടും വരാൻ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ആയിട്ട് കൂടെ നിന്നോണം കേട്ടോ. ഫോളോ ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കമന്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനും മറക്കാതിരിക്കുക. അപ്പൊ വീണ്ടും വരാം. സന്ദീപ് പോൾ സൈനിങ് ഓഫ്.